ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ. വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വൈശാഖാണ് പിടിയിലായത്. ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകിയതോടെ പരാതി നൽകുകയായിരുന്നു. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ഇതൊരു പോലീസ് സ്റ്റേഷനാണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? രാഹുൽ, എന്താണ് ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? സുജയ പാർവതി, കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്നത്. സാധാരണ ഈ CCTV ഇത്തരത്തിലുള്ള ഒളിക്യാമറകളൊക്കെ വെച്ച കേസുകളിൽ പ്രതികളെ പിടികൂടേണ്ട പോലീസാണ് അതേ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ഇന്നലെയാണ് അതേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വൈശാഖനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. എപ്പോഴാണ് ഇയാൾ ഈ ഒളിക്യാമറ അവിടെ വെച്ചത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ ശേഖരിച്ച ദൃശ്യങ്ങൾ അതേ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അതിനുശേഷം ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടുത്തെ CIക്ക് തന്നെ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ വെച്ചിരുന്ന ഈ ഒളിക്യാമറ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും വകുപ്പ് തല അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുജയ, ഈ പോലീസുകാരി പരാതി നൽകുമ്പോഴാണ് ഇത് അറിഞ്ഞത്. എത്ര കാലമായി ഇയാൾ ഈ പരിപാടി തുടങ്ങിയിട്ട്? സുജയ, ഇതിൽ വ്യക്തമായ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എപ്പോഴാണ് ഈ ക്യാമറ വെച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അതേ പോലീസ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ സംഭവം അറിയുന്നത്. പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന മുറിയിലായിരുന്നു ഈ ക്യാമറ വെച്ചിരുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്നാണെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് ചെയ്തിട്ടുള്ള വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുള്ളൂ. എത്ര പേർ പരാതി നൽകിയിട്ടുണ്ട്, എത്ര കാലമായി ഈ ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഈ അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് പുറത്തു വരികയുള്ളൂ. വകുപ്പ് തല അന്വേഷണവും ഇതോടൊപ്പം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ, ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ രാഹുൽ സുരേഷ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. പോലീസുകാർക്കിടയിൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന വാർത്തകളൊക്കെ ഇടയ്ക്കൊക്കെ പുറത്തു വരാറുണ്ട്. പക്ഷേ ഇത് പോലീസുകാർക്കിടയിൽ ഒരു പെർവേർട്ടും ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും വളരെ മോശം സംഭവമാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരികൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒരു പോലീസുകാരൻ ഒളിക്യാമറ വെച്ച് പകർത്തുന്നു, എന്നിട്ട് ആ പോലീസുകാരികൾക്ക് അയച്ചു കൊടുക്കുന്നു. എത്ര മോശമായ ഒരു സാഹചര്യമാണ് ആ പോലീസ് സ്റ്റേഷനിലേത്, ആ തൊഴിൽ സാഹചര്യം എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഉചിതമായ നടപടി സർക്കാർ എടുക്കും. ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്